വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് കടവത്ത് കോട്ടക്കുന്ന് റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സമരസ്ഥലത്ത് പന്തൽ കെട്ടി നാട്ടുകാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലുള്ള റോഡുകളിലൊന്നായി കടവത്ത് കോട്ടക്കുന്ന് റോഡ് മാറിയിട്ടും അധികൃതർ കാണിക്കുന്ന അവഗണനയാണ് നാട്ടുകാരെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. ചൊവ്വാഴ്ച നടന്ന പന്തംകൊളുത്തി പ്രകടനത്തിന് പിന്നാലെയാണ് സമരം കൂടുതൽ ശക്തമായ രീതിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ തീരുമാനിച്ചത്. രാവിലെ മുതിർന്ന പൗരന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. റോഡ് പ്രവൃത്തി തുടങ്ങുന്ന കാര്യത്തിൽ അധികൃതരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ സമരപന്തലിൽ നിന്ന് മടങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോട്ടക്കുന്ന് നിവാസികൾ. നികുതി കൃത്യമായി അടയ്ക്കുന്ന പൗരന്മാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണകൂടം ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. കടവത്ത് നിന്ന് കോട്ടക്കുന്ന് ജുമാ മസ്ജിദ് വരെ ആദ്യമായി നിർമ്മിക്കുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കമ്പാറിലേക്കൊക്കെ വികസിപ്പിച്ച് കൊണ്ടുപോയ റോഡാണിത്. ഏകദേശം 40-30 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡാണ്. അതിനുശേഷം ഇന്നേ വരെ ഒരിക്കലും ഒരു പൂർണ്ണമായ റീടാറിങ് ഈ റോഡിൽ നടന്നിട്ടില്ല. പലപ്പോഴായിട്ട് പല പഞ്ചായത്തിൻ്റെ വകയുള്ള ചെറിയ ചെറിയ പാച്ച് വർക്കുകളാണ് നടന്നിട്ടുള്ളത്. അത് ഇപ്പോൾ നടന്നിട്ട് കുറച്ച് വർഷമായി. ഈ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ KM ലത്തീഫ്, ജനറൽ കൺവീനർ അൻസാരി ഫൈനാൻസ്, റൌഫ് മാഡം, KK സിറാജ, KU നസീർ, ഹാരിസ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.